രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇരുട്ടിൽ തപ്പുകയാണ് കോൺഗ്രസ്. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ. ഒന്നിനു പിറകെ മറ്റൊന്നായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതികൾ പുറത്തു വരുന്നു. അതിനിടയിലാണ് വമ്പൻ ബിസിനസ്സുകാർ കോൺഗ്രസിനെ വിട്ടുപോകുന്ന അവസ്ഥ സംജാതമായിരിക്കുന്നത്. ദുബായിൽ വെച്ച് നടന്ന ചടങ്ങിൽ MA യൂസഫ് അലി പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയം. പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയായി വരട്ടെ എന്നാണ്, വരാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്നാണ് വമ്പൻ ബിസിനസ്സുകാരനായ MA യൂസഫ് അലി പറഞ്ഞത്. അതിനു മുമ്പ് മുസ്ലിം ലീഗിൻ്റെ MP അബ്ദുൽ വഹാബ് അബുദാബിയിൽ വെച്ച് നടന്ന ഒരു ചടങ്ങിൽ പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകണമെന്ന് താൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറഞ്ഞത്. ചുരുക്കത്തിൽ മുസ്ലിം ലീഗിനകത്തും കടിപിടി. മുസ്ലിം ലീഗിനകത്തും രണ്ടവസ്ഥ. അബ്ദുൽ വഹാബ് MP പരാമർശം തിരുത്താൻ മുസ്ലിം ലീഗ് ഇതുവരെയ്ക്കും തയ്യാറായിട്ടില്ല. അതിനിടയിലാണ് MA യൂസഫ് അലി പിണറായിക്ക് ശക്തമായ പിന്തുണയുമായി രംഗത്ത് എത്തിയിരിക്കുന്നത്. അദ്ദേഹം പച്ചയ്ക്ക് തന്നെ പറഞ്ഞു, പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരുന്നത് കാണാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന്. MA യൂസഫ് അലി ആരാണെന്ന് കേരളീയർക്ക് അറിയാം. പാവങ്ങൾക്ക് അന്നം കൊടുക്കുന്ന ബിസിനസ്സുകാരൻ, ജാതിമത ഭേദങ്ങളന്യേ എല്ലാവരെയും ഒരുപോലെ വീക്ഷിക്കുന്ന ബിസിനസ്സുകാരൻ. എത്രയോ പേർ അദ്ദേഹത്തെ കൊണ്ട് രക്ഷപ്പെട്ടിട്ടുള്ള പലരും അദ്ദേഹത്തെ ദൈവതുല്യമായാണ് കണക്കാക്കുന്നത്. പൊളിറ്റിക്സ് കേരളയ്ക്ക് പലരെയും അറിയാം, പക്ഷേ അവരുടെ പേരുകൾ പറയാൻ പ്രയാസമാണ്. പൊളിറ്റിക്സ് കേരള വീഡിയോ പരിശോധിക്കുന്നവർക്ക് അറിയാൻ പറ്റും. അദ്ദേഹം രക്ഷപ്പെടുത്തി വിട്ടവരുടെ പേരുകൾ മുമ്പ് കുറച്ച് നാൾ വരെ പൊളിറ്റിക്സ് കേരള കൊടുത്തിരുന്നു. പക്ഷേ പിന്നീട് അത് കൊടുക്കാതായത് അദ്ദേഹത്തിൻ്റെ തന്നെ ഓഫീസിൽ നിന്നുണ്ടായ നിർദ്ദേശപ്രകാരമാണ്. എന്തായാലും യൂസഫ് അലിയും കൈവിട്ടിരിക്കുന്നു കോൺഗ്രസിനെ. കോൺഗ്രസ് നടുക്കയത്തിൽ പെട്ടിരിക്കുകയാണ്. ഇയാളെ, ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് അറിയാത്ത അവസ്ഥ. ഒരു പീഡന പരാതിയാണെങ്കിൽ കുഴപ്പമില്ല, അത് സംരക്ഷിക്കാം. പക്ഷേ മറുപീഡന പരാതി വരുമ്പോൾ അത് ആദ്യത്തെ പീഡനത്തിന് തുല്യമായ രീതിയിലായി മാറുമ്പോൾ അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് ആപ്പിലാകുന്നത്. എല്ലാവരെയും ഗർഭിണിയാക്കാൻ ഇവനെന്താ അത്ഭുത ദൈവമോ എന്ന ചോദ്യമാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ചോദിക്കാനുള്ളത്. ഇവനാരായി അത്ഭുത ദൈവസിദ്ധി കൊടുത്തത്? സെക്ഷൽ പെർവെർട്ടഡായ, സാഡിസ്റ്റായ, ഫ്രോഡായ ഇവനെ അനുകൂലിക്കുന്ന കോൺഗ്രസ്സുകാരുടെ ഗതി അധോഗതിയാണ്. ഇവനെ അനുകൂലിച്ചതാണ് കോൺഗ്രസ് പാർട്ടിക്കുണ്ടായ നാശനഷ്ടം, വലിയ ഡാമേജ് എന്ന് തന്നെ പൊളിറ്റിക്സ് കേരളയ്ക്ക് അന്തസ്സോടെ പറയാൻ കഴിയും. കാരണം ഇവനെ അനുകൂലിക്കാൻ പാടില്ലായിരുന്നു കോൺഗ്രസ്. പക്ഷേ ഇവൻ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ടാണ് നീങ്ങിയിരുന്നത്. ഇവൻ നിയമസഭയിലെത്തുന്നു, കോൺഗ്രസ് വിലക്കിയിട്ടും നിയമസഭയിലെത്തുന്നു. അതിനുശേഷം ഇവൻ പാലക്കാട് പോയി അവിടുത്തെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമാകുന്നു. കോൺഗ്രസിന് വലിയ ഡാമേജ് ഉണ്ടാക്കി വെച്ചിട്ട് ഈ നികൃഷ്ട ജീവി അപ്രത്യക്ഷനാകുന്നു. ഇവൻ എത്രമാത്രം ക്രിമിനലാണെന്ന് പോലീസും ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. കേരള പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ് ഇവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിഷയത്തിൽ. ഇവനെ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പോലീസ് ഇരുട്ടിൽ തപ്പി നടക്കുകയാണ്. അതിനിടയിലാണ് വമ്പൻ ബിസിനസ്സുകാർ കോൺഗ്രസിനെ കൈവിടുന്നു എന്ന വാർത്ത ലഭിക്കുന്നത്. MA യൂസഫ് അലിയും രവി പിള്ളയും അടക്കമുള്ള വലിയ ബിസിനസ്സുകാർ കോൺഗ്രസിന് ഫണ്ട് ചെയ്യാൻ ഇനി മടിക്കും. രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ ഫണ്ടിങ്ങും കൂടെയാണ് പ്രേക്ഷകരെ. അതൊക്കെ എനിക്കും പ്രേക്ഷകർക്കും അറിയാം, തുറന്നു പറയാൻ പറ്റില്ല എന്നുള്ളതല്ലേ ഉള്ളൂ. അതൊക്കെ വമ്പൻ രഹസ്യങ്ങളാണ്. ആ രഹസ്യങ്ങളുടെ ഇടനാഴികളിൽ ഒരു കാലത്ത് സഞ്ചരിച്ച ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. എത്ര രൂപ, എത്ര പേർ, ഏത് പാർട്ടി വാങ്ങിക്കും എന്നറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അതുകൊണ്ട് തുറന്ന് പറയാൻ എനിക്കും മടിയുണ്ട്. കാരണം നിങ്ങൾ പേഴ്സണലായിട്ട് വിളിക്കണമെങ്കിൽ പോലും തുറന്നു പറയാൻ എനിക്ക് മടിയുണ്ട്. ബിസിനസ്സുകാരുടെ ഫണ്ടിങ് കേരളത്തിലല്ല, ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ആവശ്യമാണ്. സമാജ്വാദി പാർട്ടി നിലനിന്നത് ആരുടെ ഫണ്ടിങ് മൂലമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അംബാനിയുടെ ഫണ്ടിങ് മൂലമാണ് സമാജ്വാദി പാർട്ടി നിലനിന്നത്, ഇപ്പോഴും നിലനിന്ന് പോരുന്നത്.
RJDക്കും ഫണ്ടിങ് ലഭിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ബിസിനസ്സുകാരിൽ നിന്ന് ഫണ്ടിങ് ലഭിക്കുന്നുണ്ട്. ബിസിനസ്സുകാർ ഫണ്ട് നൽകുന്നുണ്ട്. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി ക്ഷീണിച്ചു കഴിഞ്ഞാൽ പിന്നീട് ബിസിനസ്സുകാർ ഫണ്ട് നൽകുന്നത് നിർത്തിവെക്കും. അത് ലൂസിഫർ എന്ന സിനിമയിൽ മനോഹരമായി ആവിഷ്കരിച്ചിട്ടുണ്ട് പൃഥ്വിരാജ് സുകുമാരൻ. സ്ഥിരം ഫണ്ട് നൽകുന്ന ഒരാളെ വെട്ടി മറ്റൊരാൾ ഫണ്ട് നൽകാൻ വരും. കാരണം തിരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന് കണ്ടാൽ ആരും ഫണ്ട് നൽകും. അതുപോലെയാണ് ഇപ്പോൾ UDFിൻ്റെയും അവസ്ഥ കേരളത്തിൽ. കോൺഗ്രസിൻ്റെ അവസ്ഥ കേരളത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം. ലീഗിന് ഫണ്ടിന് പ്രയാസമില്ല. കാരണം അവർക്ക് കിട്ടേണ്ട ഫണ്ട് കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കും. അല്ലെങ്കിലും ലീഗിന് കോൺഗ്രസിനോട് എത്ര കാലം നിൽക്കാം എന്നുള്ള വാഗ്ദാനമൊന്നും നൽകിയിട്ടുമില്ല. ലീഗ് എത്ര കാലം നിൽക്കുമെന്ന് കോൺഗ്രസിനും അറിയില്ല. ഇനിയും ഒരു ഭരണം കിട്ടിയില്ലെങ്കിൽ ലീഗ് കോൺഗ്രസിനെ കൈവിടും എന്നുള്ളത് 100% ഉറപ്പാണ്. അവരുടെ MP കൃത്യമായി അബ്ദുൽ വഹാബ് MP കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു, പിണറായി വിജയൻ വീണ്ടും അധികാരത്തിലെത്തണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന്. അതിന് പിന്നാലെയാണ് യൂസഫ് അലിയുടെ വാക്കുകൾ കൂടി വന്നിരിക്കുന്നത്. യൂസഫ് അലി ശക്തമായ രീതിയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു പിണറായി വിജയൻ സർക്കാരിൻ്റെ മേന്മയും പിണറായി വിജയൻ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ കേരളത്തിന് അത് നൽകുന്ന ഗുണവുമൊക്കെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ വ്യവസായികളെയും തൊഴിലാളികളെയും ഒരുപോലെ കയ്യിലെടുത്തുകൊണ്ടാണ് പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നത്. കേരളം കണ്ട ഏറ്റവും മികച്ച രാഷ്ട്രീയ തന്ത്രജ്ഞനായി പിണറായി വിജയനെ പൊളിറ്റിക്സ് കേരള വാഴ്ത്തുന്നതും അതുകൊണ്ടാണ്. പിണറായി സ്തുതിയല്ലാതെ പൊളിറ്റിക്സ് കേരള ആർക്കും സ്തുതി പറയാറില്ല. പൊളിറ്റിക്സ് കേരള ആരുടെയും ബിനാമിയല്ല. പൊളിറ്റിക്സ് കേരള അന്തം കമ്മിയുമല്ല. കോൺഗ്രസിന് വേണ്ടിയും ഞങ്ങൾ വാർത്തകൾ ചെയ്തിട്ടുണ്ട്, BJPക്ക് വേണ്ടിയും ഞങ്ങൾ വാർത്തകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സത്യമായി വിളിച്ചു പറയാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. അപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് അന്തം കമ്മി എന്നൊക്കെ പറഞ്ഞ് ചിലർ പൂണ്ട് വിളയാടുന്നുണ്ട്. ഞാൻ അന്തം കമ്മിയൊന്നുമല്ല. ഞാൻ കോൺഗ്രസിന് വേണ്ടി വാർത്തകൾ ചെയ്തത് പൊളിറ്റിക്സ് കേരളയുടെ വീഡിയോകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ BJPക്ക് വേണ്ടി വാർത്തകൾ ചെയ്തത് പൊളിറ്റിക്സ് കേരളയുടെ വീഡിയോകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് വലിയൊരു അപകടാവസ്ഥയിലേക്കാണ് പോകുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഓർമ്മപ്പെടുത്തൽ ഒരു മാധ്യമപ്രവർത്തകൻ്റെ കടമയാണ്. ഓർമ്മപ്പെടുത്തൽ ഒരു മാധ്യമപ്രവർത്തകൻ്റെ കടമ എന്നതിലുപരി ഒരു മാധ്യമപ്രവർത്തകൻ്റെ നിയോഗം കൂടിയാണ്. ഒരു മാധ്യമപ്രവർത്തകൻ കണ്ണുകൾ തുറന്നു വെച്ചേക്കുന്നത് അയാളുടെ കുടുംബത്തിലേക്കായിരിക്കില്ല, അയാളുടെ സമൂഹത്തിലേക്കായിരിക്കും. മാധ്യമ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും ഒന്നാകുന്നത് അതുകൊണ്ടാണ്. എന്തായാലും വമ്പൻ സ്രാവുകൾ കോൺഗ്രസിനെ കൈവിടുന്നു. യൂസഫ് അലി അടക്കം. യൂസഫ് അലി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരാൻ താൻ ആഗ്രഹിക്കുന്നു എന്ന്. യൂസഫ് അലിയെ പറ്റി എന്തൊക്കെ നെഗറ്റീവ് ഉണ്ടായാലും അദ്ദേഹം അത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ PR ടീം അദ്ദേഹത്തിന് നൽകിയ സൂചനകൾ വ്യക്തമാക്കിയിട്ടായിരിക്കും അദ്ദേഹം അത് പറഞ്ഞത്. യൂസഫ് അലി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി കേരളത്തിൽ സജീവമാണ്. കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഒരുപാട് പേരുണ്ട്. അതൊക്കെ പൊളിറ്റിക്സ് കേരളയ്ക്ക് അറിയാം. പൊളിറ്റിക്സ് കേരളയുടെ വീഡിയോ പരിശോധിക്കുന്നവർക്ക് എനിക്ക് അറിയാം. എന്തായാലും യൂസഫ് അലി കൂടി കോൺഗ്രസിനെ കൈവിട്ടതോടുകൂടി കോൺഗ്രസിൻ്റെ ഫണ്ടിങ് പൂർണ്ണമായി നിലച്ചിരിക്കുന്നു.